ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കാറ്റും മഴയുമൊക്കെ ഉള്ളതിനാൽ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉടനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാറ്റും മഴയുമൊക്കെ ഉള്ളതിനാൽ നിങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൽ ഒരു മരം പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഇതൊരു ചെറിയ മരമാണ്, എന്നെ കൊണ്ട് പിടിച്ചു മാറ്റി സൈഡിലേക്ക് ഇടാൻ പറ്റും എന്നുള്ള കാരണത്താൽ നിങ്ങൾ ആ മരത്തിനെ പിടിച്ച് സൈഡിലേക്ക് ഇടാൻ നിൽക്കരുത്. അതിനു മുമ്പായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലക്ട്രിസിറ്റി ലൈൻ മുകളിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ലൈൻ കമ്പി ഈ മരത്തിനോടൊപ്പം പൊട്ടി കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ മരത്തിനെ തൊടുകയോ അതേപോലെ ഇലക്ട്രിസിറ്റി ലൈൻ പോയതിയെ വെള്ളം ഒഴുകി പോവുകയുണ്ടെങ്കിൽ അതിൽ മുട്ടിക്കിടക്കുകയാണെങ്കിലും ആ വെള്ളത്തിൽ നിങ്ങൾ ചവിട്ടരുത്. ഇത് വലിയവർക്ക് മാത്രമല്ല, കുട്ടികളും ശ്രദ്ധിക്കണം. സ്കൂൾ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ റോഡിൽ ഒരു മരം പൊട്ടിക്കിടക്കുന്നു, അതിനെ മറികടന്ന് വീട്ടിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള കാരണത്താൽ കുട്ടികളാണെങ്കിലും ഇത് മറികടന്ന് പോകരുത്. കാരണം ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടിക്കിടക്കുകയാണെങ്കിൽ മരത്തിലൂടെയും ഷോക്കുകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. വൈദ്യുതി സപ്ലൈ അതിലൂടെ ഉണ്ട്. അതിനാൽ അതിലൂടെ നിങ്ങൾ ചവിട്ടിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഷോക്ക് ഏൽക്കും. ഒരു കാരണവശാലും അതിനാൽ കുട്ടികളും വലിയവരും ആ മരത്തിൽ ചവിട്ടി മറികടന്ന് പോകരുത്. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ നമ്പർ അറിയുകയാണെങ്കിൽ അടുത്തുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചു പറയുക. അവിടുത്തെ നമ്പർ അറിയില്ല, നിങ്ങൾ പുറത്തുള്ള ഒരു വ്യക്തികളാണ് അല്ലെങ്കിൽ അവിടെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ അവിടുത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, ഇലക്ട്രിസിറ്റി കൺട്രോൾ റൂമത്തെ നമ്പറുണ്ട്. ആ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുക. അതോടൊപ്പം ഞാൻ ഇപ്പോൾ പറയുകയും ചെയ്യും, അതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. 94061061. ഈ നമ്പറിലേക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 1912. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഒരു കാരണവശാലും ആവശ്യമില്ലാതെ വിളിച്ച് കളിപ്പിക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും അത്യാപത്ത് ഘട്ടത്തിൽ വിളിക്കുവാനുള്ള നമ്പറാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പർ. അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാതെ അവരെ വിളിച്ച് കളിപ്പിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടികളും വരുന്നതാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഇത് ഹെൽപ്പ് ലൈൻ നമ്പർ നിങ്ങൾക്ക് അറിയുവാനായി ആപത്ത് ഘട്ടത്തിൽ ഉപയോഗിക്കുവാനായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത്. അല്ലാതെ ആവശ്യമില്ലാതെ ഈ നമ്പറിലേക്കൊക്കെ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിയമ നടപടികൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കുന്നതുമാണ്. ഉത്തരവാദി അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് ഇലക്ട്രിസിറ്റി കൺട്രോൾ റൂമിലേക്കാണ് ഈ കോൾ പോകുക. അവിടേക്ക് വിളിച്ച് നിങ്ങൾ പറയുക, ഏത് സ്ഥലത്താണോ ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടിക്കിടക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് പറയുക. ഉടനെ കൺട്രോൾ റൂമിൽ നിന്നും അവിടെയുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് അവർ വിളിച്ചു പറയുകയും അവിടെ നിന്ന് വൈദ്യുതി ഓഫാക്കും ഇവിടേക്കുള്ളത്. ഉടനെ അവിടെ നിന്നും ലൈൻമാൻമാർ ഇവിടെ എത്തുകയും ആ മരത്തിനെ അവർ സൈഡിലേക്ക് മാറ്റിയിടുകയും അതോടൊപ്പം തന്നെ ഈ ലൈൻ കമ്പി പൊട്ടിയതിനെ പിടിച്ചു മാറ്റി കെട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും മരം പൊട്ടി വീണു എന്ന് പറഞ്ഞിട്ട് വേഗം കൊടുവാളും എടുത്തുപോയി വെട്ടി മാറ്റാൻ നിൽക്കരുത്. ഇലക്ട്രിസിറ്റി ലൈൻ നിങ്ങളുടെ വീട്ടിന് മുകളിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ മരം വെട്ടി വീഴുമ്പോൾ ഇലക്ട്രിസിറ്റി ലൈൻ കമ്പി പൊട്ടി വീണിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു കാരണവശാലും ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിലുള്ള മരമാണ് പൊട്ടി വീണിറക്കണത് എന്നുള്ളതിൽ വേഗം കൊടുവാളെടുത്ത് പോയിക്കൊണ്ട് വെട്ടി മാറ്റാൻ നിൽക്കരുത്. കാരണം ആരുടെ വീടാണെങ്കിലും അതേ ലൈൻ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ലൈൻ കമ്പി പൊട്ടി വീണ് ഇതിനോടൊപ്പം മുട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഷോക്ക് അതിലൂടെ വരവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ആ മരത്തിൻ്റെ അടുത്ത് പോവുകയോ തൊടുകയോ ചെയ്യാതെ ഈ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു പറയുകയോ ഉടനെ അവർ അതിലുള്ള വൈദ്യുതി കണക്ഷൻ ഓഫ് ചെയ്യും. അതിനുശേഷം അവർ അവിടെ എത്തി അവർ തന്നെ ആ മരത്തിനെ മാറ്റും, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളോട് മാറ്റാൻ പറയും. അപ്പോൾ നിങ്ങൾ മാറ്റിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.